ഇത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. കാസർഗോഡ് ബ്ലൈൻഡ് സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ഓമന ടീച്ചർ അടക്കം വേദിയിലുണ്ട്. ആ ഓമന ടീച്ചറിന്റെ സ്ഥാപനം ഉദയഗിരിയിലുള്ള ആ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയായിട്ടാണ് ഈ ക്ലാസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതായത് അക്ഷര വെളിച്ചം അതില്ലാത്ത അവർക്കത് നേടിക്കൊടുക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിലുള്ള നമ്മുടെയൊക്കെ ഒരു ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകണം. ഈ ക്ലാസ് പൂർണ്ണമായിട്ടും അവരെ വിജയിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അവർ ക്ലാസ്സിലേക്ക് കടന്നു വരാൻ അവർ മാത്രം വിചാരിച്ചാൽ പറ്റിയാൽ അവരുടെ കൂടുതൽ അവരുടെ ബന്ധുക്കളോ ആ ഒരു സഹായി കൂടി വരണം. അതോടൊപ്പം തന്നെ അവർക്ക് ക്ലാസ്സിൽ വരുന്ന ഏറ്റവും പാവപ്പെട്ടവരാണ്, അവർക്കൊരു ഭക്ഷണമെങ്കിലും നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ആരാധ്യായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ലാസ്സിൽ വരുന്ന പഠിതാക്കൾക്കും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നവർക്കും എന്താണ് ഒരു 2 നേരത്തെ ഭക്ഷണം കൊടുക്കേണ്ടയോ അവർക്ക് വണ്ടിക്കൂലി കൊടുക്കേണ്ട പരിപാടി ജില്ലാ പഞ്ചായത്ത് ആലോചിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ 14 ജില്ലാ പഞ്ചായത്തിൽ ആദ്യം ഈ പദ്ധതി ഇങ്ങനെ ആലോചിച്ചത് നമ്മുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി ഇങ്ങനെ നമ്മുടെ പാവപ്പെട്ടവരെ സംരക്ഷിക്കപ്പെടേണ്ട, കാഴ്ച പരിമിതി ഉള്ളവരെ സംരക്ഷിക്കപ്പെടേണ്ടത് ഇങ്ങനെ ഈ ജില്ലാ പഞ്ചായത്ത് അത് ആലോചിച്ചപ്പോഴാണ് ആ കേരളത്തിലെ 4 ജില്ലാ പഞ്ചായത്തും അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീധർ മാഷ് ഇവിടെ പറയും. അപ്പൊ എങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിക്കൊണ്ട് ഈ പദ്ധതി 4 മാസം കൊണ്ട് കാഴ്ച പരിമിതി ഇല്ലാത്ത നമ്മുടെ ഈ ജില്ലയിലെ 40 സഹോദരന്മാരെ അടുത്ത 4 മാസം കൊണ്ട് അവരെ ബ്രെയിലി ലിപിയിലൂടെ അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടി പഠിപ്പിക്കുന്ന വളരെ ബൃഹത്തായ, ചെറുതാണെങ്കിൽ നമുക്ക് തോന്നുമെങ്കിൽ പോലും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി പോകും. അതായത് പറ്റുമെങ്കിൽ പഠിതാക്കൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ബ്രെയിലി സാക്ഷരതാ പഠിതാക്കൾ ശനിയാഴ്ച രാവിലെ സ്കൂളിലെത്തി അവിടെ താമസിച്ച് ഞായറാഴ്ച വൈകുന്നേരം അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകത്തക്ക രീതിയിലുള്ള ക്ലാസിന്റെ ഒരു സംവിധാനമാണ്. ടീച്ചറിന്റെ ഭാഗത്തും ടീച്ചറിന്റെയും അവിടുത്തെ മറ്റധ്യാപകരുടെ ഭാഗത്തു നിന്നെല്ലാം വളരെ സജീവമായ ഒരു പിന്തുണ അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് വളരെ ആദരവോടുകൂടി നമ്മുടെ കാസർഗോഡ് ഉദയഗിരി ബ്ലൈൻഡ് സ്കൂളിലെ HM ബഹുമാനിയായ ഓമന ടീച്ചർക്ക് വളരെ ആദരവാക്കൾക്കും ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ പ്രേരക സഹപ്രവർത്തകരുണ്ട്, നമ്മുടെ പഠിതാക്കളുണ്ട്, പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത അവരോട് ആദരവ്. സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും എന്ന്. അതോടൊപ്പം തന്നെ അക്ഷര വെളിച്ചം കൂടി നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംരംഭത്തിന്റെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നത്. തുടക്കം നമ്മുടെ ജില്ലയിലും കൂടി ആരംഭിച്ചിരിക്കുകയാണ്. മികച്ച രീതിയിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ സഹായത്തോടുകൂടി കൃത്യമായി ഈ ഒരു പഠനം പൂർത്തീകരിക്കേണ്ട ആവശ്യവുമുണ്ട്. ഇത് സൂചിപ്പിച്ച പോലെ തന്നെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ജില്ലാ പഞ്ചായത്തിന് കഴിയുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലും ആണുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല. ഈ ഒരു ഉദ്യമം മികച്ച രീതിയിൽ പൂർത്തീകരിച്ച് എല്ലാവരും അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ പദ്ധതി വിശകലനം നടത്താൻ വേണ്ടി നമ്മുടെ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ സതീഷ് മാസ്റ്റർ ക്ഷണിക്കും. ജില്ലാ കോർഡിനേറ്ററും ഈ പരിപാടിക്ക് എന്നും നമ്മളോടൊപ്പം ഊർജ്ജമായി സാക്ഷരതാ മിഷനെ സമീപിച്ചപ്പോൾ വളരെ ഇത്തരം ഒരു പരിപാടി
പദ്ധതി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മനുഷ്യരെയും മൃഗങ്ങളെയും വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അക്ഷരാഭ്യാസമാണ്. അപ്പോൾ കാഴ്ച ഉള്ള ആളുകളിൽ എല്ലാവരും ഇപ്പം നമുക്ക് 100% സാക്ഷരത നേടിക്കഴിഞ്ഞ ഈ പശ്ചാത്തലത്തിൽ കാഴ്ച ഇല്ലാത്ത, അല്ലെങ്കിൽ ഇടയിൽ വെച്ച് കാഴ്ച നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ബ്ലൈൻഡ് സ്കൂളിലൊക്കെ ചേർന്ന് പഠിക്കാത്ത കാഴ്ചയില്ലാത്ത സഹോദരന്മാരെ എഴുത്തും വായനയും പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ബ്രെയിൽ സാക്ഷരത എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ക്ലാസ്സിൽ അത്രയും വേഗത്തിൽ കാഴ്ച കൈകൊണ്ട് സ്പർശിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ടാണ് പഴയ ആളുകൾ ഒരു പഴഞ്ചൊല്ല്, ഇപ്പം ആ പഴഞ്ചൊല്ലിന് പ്രാധാന്യമില്ല. ഇപ്പം അത് മാറ്റി നമ്മുടെ ഭിന്നശേഷി എന്നൊക്കെ പുതിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഈ കുരുടൻ ആനയെ കാണാൻ പോകുന്നു എന്നുള്ള ഒരു പഴഞ്ചൊല്ല് ഇടക്ക് മന്ത്രിമാരൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ പോലും ഇപ്പോൾ ആരും അത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നത് അത്രയും വേഗം തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വെറും 16 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ക്ലാസ് നടത്തി തീർക്കാൻ പറ്റുമെന്നുള്ള കാര്യം സാധ്യമല്ല. ഞാൻ തീർച്ചയായിട്ടും കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്ക് ഉറപ്പ് നൽകുന്നു. ശേഷമുള്ള ക്ലാസ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ശേഷം പഠിച്ച ആളാണ് ഉമേശൻ മാഷാണ് എന്നെ അക്ഷരമൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് പഠിക്കാൻ നല്ല പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള ക്ലാസ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തീർച്ചയായിട്ടും നൽകും. അപ്പോൾ ഇത്രയും വലിയൊരു ചെലവുള്ള ഒരു പദ്ധതിയാണ്. നമുക്കറിയാലോ, നമ്മുടെ സാമ്പത്തിക ശേഷി വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെൻറ് ഈ കാഴ്ചയില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെൻറ് നമുക്കതിന് വേണ്ട ബ്രെയിൽ പുസ്തകങ്ങൾ, ഒരു പേജ് പ്രിൻ്റ് ചെയ്യാൻ നമുക്ക് ഇലക്ഷൻ്റെ വയലറ്റ് പേപ്പർ പ്രിൻറ്റിങ്ങിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 12 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി, ഒരു പേജ് ബ്രെയിൽ പ്രിൻ്റ് ചെയ്യാൻ 18 രൂപയാണ് ചെലവ്. അങ്ങനെ 2 പുസ്തകങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു 27 വരി ബ്രെയിലും അത് എഴുതാനുള്ള ഒരു സ്റ്റൈലസും ബ്രെയിൽ ഉപകരണം കൂടി സംസ്ഥാന ഗവൺമെൻറ് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ 2 പുസ്തകം അടങ്ങുന്ന 10ഓളം കിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ബാബു സാർ നിങ്ങൾക്ക് വിതരണം ചെയ്യും. ഇങ്ങനെ ഈ 4 മാസം കൊണ്ട് കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകളെ ബ്രെയിൽ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 21 പാഠം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ 21 പാഠങ്ങളുണ്ട്. ആ 21 പാഠം എന്ന് വെച്ചാൽ നമ്മുടെ ഈ റിച്ചാർഡ് ഹ്യൂബർ പറഞ്ഞിട്ടുണ്ട്. അതായത് കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾ, ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാൾ, കാഴ്ച ഉള്ള ഒരാളെക്കാൾ, ഇപ്പം ഞാനും ബാബു സാറും തമ്മിൽ 21 സ്കില്ല് എനിക്ക് നഷ്ടമാണ്. 21 സ്കില്ല്. ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരുന്ന ജില്ലാ പഞ്ചായത്താണ് പലപ്പോഴും. ഇതൊരു ഭംഗിവാക്ക് പറയുന്നതല്ല. 1-2 പദ്ധതികളിൽ ഒന്നായിരുന്നു ബ്രെയിലി സാക്ഷരതാ പരിപാടി. ബ്രെയിലി സാക്ഷരതാ പരിപാടിയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുത്തിയപ്പോൾ ആ 100 ദിന പരിപാടിയിലും ഈ സാക്ഷരതാ മിഷൻ്റെ പദ്ധതി ഉൾപ്പെടുത്തുകയാണുണ്ടായത്. അപ്പോൾ ആദ്യം നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇവർ നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുക? ആദ്യം അങ്ങനെയായിരുന്നു നമ്മുടെ മനസ്സിലൊരു ആശങ്ക, എങ്ങനെയായിരിക്കും പുസ്തകം? ഞങ്ങൾ നമ്മുടേതായ രീതിയിലുള്ള എഴുത്ത് ലിപി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ മേഖലാതലത്തിൽ നടത്തിയ 3 എറണാകുളത്തും തിരുവനന്തപുരത്തും കണ്ണൂരും വെച്ച് നടത്തിയ മേഖലാതലത്തിലുള്ള അധ്യാപകരുടെ പരിശീലനത്തിലാണ് ഈ പഠനോപകരണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവുന്നത്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതാണ് അതിൻ്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ പഠിതാക്കളെ ആദ്യം സർവേ എന്ന രീതിയിൽ സംസ്ഥാന തലത്തെ എല്ലാ ജില്ലകളിലും അതിൻ്റെ സർവേ പ്രവർത്തനം നടത്തി. ആയിരക്കണക്കിന് ആളുകൾ ഈ രീതി, പിന്നെ കാഴ്ച പരിമിതിയുള്ളവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ ഇത്തരത്തിൽ വിദ്യാഭ്യാസം നേടുന്നതിനായിട്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നൊരു സാഹചര്യത്തിലാണ് ഇതൊരു ബൃഹത്തായ പദ്ധതി. ഒരു പക്ഷേ സംസ്ഥാന സാക്ഷരതാ മിഷന് മാത്രം ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല നമ്മുടെ ബ്രെയിലി സാക്ഷരതാ പദ്ധതി. അവിടെയാണ് ഇപ്പോൾ സാക്ഷരതാ മിഷനെ തദ്ദേശ വകുപ്പിലേക്ക് മാറ്റിയതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നല്ലൊരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ, സാമ്പത്തികമായി ഉൾപ്പെടെയുള്ള പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ പ്രാദേശികമായിട്ട് നമുക്ക് ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. സെക്രട്ടറി ടി.എം.എ. കരീം, അതേപോലെ തന്നെ നമ്മുടെ ബാബു മാഷ്, സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തകർ, സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, ആർപിമാരെ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു പദ്ധതിയാണ് ബ്രെയിൽ സാക്ഷരത എന്നത്. ബ്രെയിൽ ലിപി എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാനും പുതിയ സാഹചര്യത്തിൽ എല്ലാവർക്കും ഈസി ആക്സസ്സായി അതിന് സാക്ഷരത നേടാനും പറ്റുന്ന രീതിയിൽ പരിശീലന കേന്ദ്രമാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും അതിന് തുക നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പ്രവർത്തനം അതിൻ്റെ കഴിയും. ഇത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ തന്നെ അവിടെ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടിയിരിക്കാനും പറ്റിയൊരു കേന്ദ്രം എന്ന രീതിയിലേക്കാണ് നമ്മൾ ആ തൊഴിൽ പരിശീലന കേന്ദ്രത്തെ വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ തന്നെ വന്ന് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇടപെടാൻ എല്ലാവരും സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പും മറ്റ് പദ്ധതികളൊക്കെ തന്നെ നമ്മുടെ ഭിന്നശേഷി സൗഹൃദ ജില്ല എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാവശ്യമായ രീതിയിലേക്കുള്ള ഒരുപാട് പദ്ധതികൾ നമ്മളിതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ നമുക്ക് അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ എന്ന രീതിയിലേക്ക് തന്നെ തയ്യാറാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഭിന്നശേഷി സൗഹൃദ ജില്ലയെ ശ്രമിക്കുന്നത് അത് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കാം. വിവിധ പരിപാടികൾക്കൊപ്പം കാഴ്ച പരിമിതരുടെ ലോകത്തേക്ക് കൂടി കടന്നു വന്നൊരു സന്തോഷമുണ്ട്. നമ്മുടെ സമൂഹത്തിനകത്ത് ഏറെ അനുതാപത്തോടു കൂടി സമൂഹമാകെ കാണുന്ന ഒരു വിഭാഗമാണ് കാഴ്ച പരിമിതർ എന്ന് പറയുന്നത്. അവരുടെ കാഴ്ചകൾക്ക് മാത്രമേ പരിമിതിയുള്ളൂ. അവരുടെ കഴിവുകൾ, അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഓരോ കാഴ്ച പരിമിതരിലും ഓരോ കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്ന് വൈക്കം വിജയലക്ഷ്മിയെ സ്നേഹിക്കാത്ത, അവരുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഈ സമൂഹത്തിലെ മലയാളികൾക്കിടയിൽ ഉണ്ടാവാൻ തോന്നുന്നില്ല. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള, നന്നായി വടക്കുള്ളിൽ വായിക്കുന്ന, നന്നായി ഗിത്താർ വായിക്കുന്ന, നന്നായി പാടുന്ന, നന്നായി കവിത ചൊല്ലുന്ന, നമ്മുടെ ഈ ജില്ലയ്ക്കൊക്കെ തന്നെ നന്നായി കവിത ചൊല്ലുന്ന കാഴ്ചപരിമിതരുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം പ്രചോദനമായി തീരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുക. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ മനു, അതുപോലെ സാക്ഷരത സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ടുള്ള ശ്രീജൻ സാർ, ജില്ലാ കോർഡിനേറ്റർ ബാബു സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് സാക്ഷരതാ സമിതി സംസ്ഥാന തലത്തിലായാലും ജില്ലാ തലത്തിലായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്ത മേഖലകളിലെ പുരോഗതിയോടുകൂടി മുമ്പോട്ട് പോകുന്നു, മാറ്റങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നായി പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ വളരെ അവശ്യം വേണ്ട ഒരു പദ്ധതിയാണ് ഈ ബ്രെയിലി സാക്ഷരത എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം നമ്മൾ മറ്റ് മേഖലകളിലൊക്കെ കുതിച്ചാട്ടത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന സമയത്ത് കേവലം ഒരു കാരണങ്ങൾ കൊണ്ട്, ഒരു കാരണം മാത്രം അല്ല, ഒരു പരിമിതി കൊണ്ട് വായിക്കാനോ മനസ്സിലാക്കാനോ കാര്യങ്ങൾ ഗ്രഹിക്കാനോ പറ്റാത്തൊരു സന്ദർഭം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല പൊതു ഇടങ്ങളിലും, ഇപ്പോൾ ട്രെയിനിലായിക്കോട്ടെ, പിന്നെ മൊബൈൽ ഫോണുകളായിക്കോട്ടെ, പിന്നെ പൊതു ശൗചാലയങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ പോകുന്ന സമയത്ത് ബ്രെയിലി ലിപിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അക്കാര്യത്തിൽ നിരക്ഷരാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ വ്യക്തി വ്യത്യാസം, ബഹുമുഖ ബുദ്ധി എന്ന് പറയാറുണ്ട്. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്. ഇപ്പോൾ നേരത്തെ കരീം സാർ പറഞ്ഞതുപോലെ വൈക്കം വിജയലക്ഷ്മിക്ക് അവരുടേതായിട്ടുള്ള ചില കഴിവുകളുണ്ട്. സ്വാഗതം ഗാനം ആശംസിച്ച അവിടുത്തെ സുഹൃത്ത് വളരെ ഇമ്പമാർന്ന രീതിയിൽ പാടി. അപ്പോൾ കാഴ്ച പരിമിതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിമിതി ഉണ്ട് എന്നതിന്റെ കാരണത്താൽ അവർ കഴിവില്ലാത്തവരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തൊട്ടടുത്ത മാർത്തോമ വിദ്യാലയമുണ്ട്, അവിടെ വ്യത്യസ്തമായിട്ട്
വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള മറ്റു ഇതര വിദ്യാർത്ഥികൾക്കാണ് ട്രെയിനിങ് നൽകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അവർ ഏത് രീതിയിലാണ് ആശയവിനിമയം നടത്തുന്നുള്ളത്. അപ്പോൾ ഇത്തരം ഒരു പരിമിതി കൊണ്ട് മാത്രം ഒരു വ്യക്തി പുറകോട്ട് പോകേണ്ടവരല്ല, അവർ നമ്മോടൊപ്പം തോളോട് ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടവരാണ്. അപ്പൊ അതിനെല്ലാവരും ഇവിടെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 വർഷത്തിലധികമായി സാറ് ഇതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും സാറിനോടൊപ്പം കൂടുതൽ പ്രവർത്തിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടല്ലേ അത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് സാറിൻ്റെ ആ ഒരു സന്മനസ്സിന് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം സാറിൻ്റെ സ്വപ്ന പദ്ധതിയുടെ ഫലം തരേണ്ടത് അതുകൊണ്ട് ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മളത് കൈകാര്യം ചെയ്യണം. പിന്നെ ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് വരുന്ന എല്ലാ സഹായങ്ങളും, ഞങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങളെല്ലാം ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്താവശ്യപ്പെട്ടാലും ഇപ്പോൾ ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടും. അപ്പോൾ നമ്മളൊരു പരിമിതിയുണ്ട്, ആ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. മേഡം, അതുപോലെ തന്നെ ഉദ്ഘാടക, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട പഠിതാക്കളെ, അവരുടെ കൂടെ വന്ന എസ്കോർട്ടിംഗ് വിഭാഗം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സ്വപ്നം സാധിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ബ്രെയിൽ പഠിതാക്കളുടെ പഠനം തുടങ്ങാനുള്ള ഉദ്യമം ആരംഭിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷം സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് ഏതാണ്ട് 1 വർഷത്തിന് മേലെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം നമ്മൾ മുമ്പ് തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച ഇന്റർവ്യൂ, അധ്യാപകർ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ, പഠിതാക്കൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായി കാസർഗോഡ് ജില്ല ബാബു സാറുടെ നേതൃത്വത്തിൽ 1 വർഷത്തിന് മേലെ ചെയ്തു വെച്ച് കഴിഞ്ഞു. അപ്പൊ അതിൻ്റെ ഒരു പുതിയൊരു പഠനത്തിന്റെ ആരംഭം ഇന്നു മുതൽ തുടങ്ങുകയാണ്. അത് ഏതുകൊണ്ടും ഇന്ന് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഇനി ക്ലാസ് നമ്മുടെ പഠിതാക്കൾ വളരെ സന്തോഷവാന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തും വായനയും ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എല്ലാ ഭാഷയിലും, അതുപോലെ ഡിജിറ്റൽ സാക്ഷരത, ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി, ഇതൊക്കെ പഠിച്ച് കഴിയുന്നത് വരെ ഒരു തുടർ പദ്ധതിയായിട്ട് ഈ പദ്ധതി കൊണ്ടുപോകണം എന്നുകൂടി ശ്രീജിത് സാറോട് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാക്ഷരതാ പദ്ധതിയുടെ പഠന ക്ലാസിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ അതുപോലെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആദരണീയായ പഠിതാക്കളെ അക്ഷരം പഠിപ്പിച്ച് അവരെ തുടർ പഠനത്തിന് പ്രാപ്തരാക്കുക എന്നുള്ള ഒരു പ്രധാന കർത്തവ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ 4 മാസം എന്നുള്ള ആ ഒരു ദൈർഘ്യം അത് കുറച്ചുകൂടി കൂട്ടി ഈ അക്ഷരം എന്നതിലുപരി അതിൽ കുറച്ചുകൂടി പഠനം സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടത്താനെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അതുകൊണ്ട് തന്നെ ഈ പദ്ധതി തുടർന്നും പഠനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരാഗ്രഹവും എനിക്കുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സർക്കാരും അതുപോലെ സാക്ഷരതാ മിഷനും അതുപോലെ പൊതുസമൂഹവും എല്ലാം ഇതിനുവേണ്ടി കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഒരുപാട് പേര് വരാനുണ്ട്. ശരി, ഞാനത് ഏറ്റെടുത്തു. ഞാനും കാസർഗോഡ് അന്ധവിദ്യാലയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആവശ്യമുള്ള പുസ്തകം തരണമെന്ന് ഒരപേക്ഷ പോലും വെക്കാതെ ഞാൻ അവിടുത്തെ എൻ്റെ മുമ്പിലുള്ള പഠിതാക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ പഠിച്ച് 10ാം ക്ലാസ് എഴുതിയ പിന്നെ എന്തോ ജോലി ചെയ്യുന്നുണ്ട് അവർ. എന്നെ ഇടയ്ക്കൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. ഈ കൊറോണയ്ക്ക് ശേഷം അങ്ങനെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്തോഷം. മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കുറേ നാളുകളായി ഇതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സതീശ മാഷും ഞാനുള്ളപ്പോഴൊക്കെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കത്തടപാടുകളൊക്കെ നമ്മൾ നടത്തി. ഇവിടുത്തെ എല്ലാവരുടെയും ഊർജം എന്ന് പറയുന്നത്
ബാബു സാറാണ്. ഈ ബാബു സാറാണ് ഇതിനൊക്കെ ഇത് എത്രമാത്രം ഇതിന് സ്പീഡ് കൂട്ടാൻ പറ്റുമോ അത്രയും സ്പീഡ് കൂട്ടുന്നത് ബാബു സാർ തന്നെയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സംഘടനാ പ്രവർത്തകരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പിന്നെ ഉള്ള ആളുകൾ. ഞായറാഴ്ച ബ്രെയിലി സ്കൂളിൽ വെച്ച് ബ്ലൈൻഡ് സ്കൂൾ ഉദയഗിരി വെച്ച് ക്ലാസ് ആരംഭിക്കുകയാണ്. രാവിലെ 10 മണിക്ക് എല്ലാവരും എത്തണം. ബഹുമാനപ്പെട്ട ടീച്ചർ ഉണ്ട് അവിടെ. ക്ലാസ് ഔപചാരികമായിട്ട് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഇപ്പം പഠനോപകരണങ്ങൾ ഓരോരുത്തരായി വന്ന് കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അത് മറ്റേ പൊതുസമൂഹത്തെ ഇവരെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, a glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ
ഈ രൂപത്തിലാണ് നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല. ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.